The left side can be used for illustration and pictures. അതായത് പിക്ചേഴ്സ് ഒട്ടിക്കണം ഈ റെക്കോർഡ് ബുക്കിൽ. അപ്പോൾ അതാണ് റെക്കോർഡ് ബുക്ക്. അപ്പം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. അപ്പം ഞാൻ B.Ed ഫൈനൽ ഇയറാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് തരിക ചെയ്യാം. അപ്പം അതിനാണ് ഈ ഫെവി സ്റ്റിക്ക് വാങ്ങിയത്. അത് ഞാൻ ആമസോണിലാണ് വാങ്ങിയത്. അപ്പം കാണിച്ചു തരാം. ഇതാണ് ഒട്ടിക്കാനുള്ള പിക്ചേഴ്സുകൾ കുറേ ഉണ്ട്. ഉണ്ടോ? ഇതിപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നതാണ്. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്താണ്. വാട്സാപ്പിൽ അയച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഗ്ലോബൽ അക്കാഡമി വഴി ഞാൻ പഠിക്കുന്ന സ്ഥാപനം ഗ്ലോബൽ അക്കാഡമി കൊച്ചിയിലാണ്. ഞാൻ B.Ed പഠിക്കുന്നത്. B.Ed ഇപ്പോൾ ഫൈനൽ ഇയറാണ്. ഫസ്റ്റ് ഇയറിനും അങ്ങനെ തന്നെയായിരുന്നു. ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈനായിട്ട് ഒക്കെ ചെയ്യുകയാണ് B.Ed. കുറേ കുട്ടികളുണ്ട്, 63 കുട്ടികളുണ്ട്. പിന്നെന്താ, അപ്പോൾ അതൊക്കെയാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ കാണിച്ചു തരാം. അടുത്ത സബ്ജക്റ്റിൻ്റെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ B.Ed സെക്കൻഡ് ഇയർ. ഇതിപ്പോൾ മാത്സ് റിലേറ്റഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് പേപ്പർ ഇയറിങ് എംപയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ഇപ്പോൾ റഹ്മാനിയ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ മാത്സ് റിലേറ്റഡൊക്കെ കണക്ക് വരുന്നുണ്ട്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ഡയഗ്രാമൊക്കെ കണക്ട് ചെയ്യും. പിന്നെ അടുത്തത് ജെൻഡർ സ്കൂൾ ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ, അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാവില്ലേ. ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ICT, ഓപ്പർച്യൂണിറ്റീസ്, ചാലഞ്ചസ്, പ്രൊഫൈൽ പ്രസൻറ്റേഷൻ്റെ PPT ഉണ്ടാക്കുന്നതിനുള്ള ഫീച്ചേഴ്സ്, ഇൻ്റർനെറ്റ് റിസോഴ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് ടീച്ചിങ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഒക്കെയാണ് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്താണുള്ളത്. യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നത്.